ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അഗ്നിയുടെയും നന്ദുവിൻ്റെയും കണ്ണിൽ ആ കാഴ്ചപ്പെട്ടത്. മറ്റൊരു പെണ്ണിനൊപ്പം ചിരിച്ചു സംസാരിച്ചു പോകുന്ന മനു. അവൻ്റെ ചേർത്ത് പിടിക്കലും നടത്തവും സംസാരവും ഒക്കെ കണ്ട് അഗ്നിയും നന്ദുവും പരസ്പരം ഒന്ന് നോക്കി. ഇത് തൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡ് അല്ലേടോ? നന്ദുവിനോട് പതിയെ ചോദിച്ചു അഗ്നി. അവൻ തന്നെയാണോ? അവർക്കിടയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അന്ന് നമ്മൾ കണ്ടപ്പോൾ തന്നെ കണ്ടില്ലേ റോഡിൽ വെച്ച് അവളെ തല്ലിയത്? നമ്മൾ കണ്ടതല്ലേ? നന്ദു പറഞ്ഞു. താനത് നോക്കേണ്ട. അവളായി തിരഞ്ഞു പിടിച്ചു പോയതല്ലേ? അവൻ്റെ ഒപ്പം അനുഭവിക്കട്ടെ. ഇത് ഇനിയിപ്പോൾ തൻ്റെ അമ്മയോട് പറയണ്ട. സ്വന്തം മോളുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആണെന്നറിഞ്ഞാൽ ഒരമ്മയ്ക്കും സഹിക്കില്ല, അഗ്നി പറഞ്ഞു. നന്ദു ഒരിക്കൽ കൂടെ മനു പോയ വഴിയെ നോക്കി. ഞാൻ പോയി തിരക്കണോ അവളുടെ കാര്യങ്ങൾ? അഗ്നി നന്ദുവിൻ്റെ മുഖത്തെ മങ്ങൽ കണ്ട് ചോദിച്ചു. വേണ്ട ദേവാ, ഞാൻ അവളെ അന്ന് ഈ നാട് ഉപേക്ഷിച്ചപ്പോൾ തന്നെ ഉപേക്ഷിച്ചതാണ്. വാ നമുക്ക് പോകാം, നന്ദു പറഞ്ഞു. തിരിച്ചു വീട്ടിലേക്കുള്ള യാത്രയിൽ നന്ദു ആകെ മൂഡ് ഓഫ് ആയിരുന്നു. സുഹയോടൊപ്പം നന്ദുവിന് ദേഷ്യമൊക്കെ പൂർണ്ണമായി തന്നെ മാറിയെന്ന് പറയാം. നന്ദുവിന് വിശേഷമുണ്ടെന്ന് അറിഞ്ഞ ദിവസം മുതൽ തന്നെ സുഹ അവൾക്ക് വേണ്ടതൊക്കെ ഒരു കുറവും വരാതെ ചെയ്തു. ഇത്രയും നാൾ അവൾക്ക് നൽകാത്ത സ്നേഹമൊക്കെ കൊടുത്തു നോക്കുന്നുണ്ട്. നന്ദു ഹാപ്പിയാണ്. മാധുവിനും കണ്ണനും ഒരു മോളാണ് ജനിച്ചത്, ശ്രേഷ്ഠ അർജുൻ. അവർ ഇപ്പോൾ കണ്ണൻ്റെ അച്ഛൻ്റെ നാട്ടിലാണ്. കാരണം അല്ലുവും കുടുംബവും ഇങ്ങനെ ഒരു അവസ്ഥയിൽ കഴിയുന്നത് കാണാൻ അവർക്ക് താല്പര്യമില്ല. പോരാത്തതിന് രാമചന്ദ്രൻ കൂടെ നാട് വിട്ടു പോയപ്പോൾ രാഗിണിക്ക് ആ നാട്ടിൽ നിൽക്കാൻ തോന്നിയില്ല. ഇടയ്ക്ക് അവർ നന്ദുവിനെ കാണാനും വരും. ഒപ്പം ആലുവിനെയും പോയി കാണും. നന്ദു വിഷ്ണുവിനെ വിളിച്ച് ഇടയ്ക്ക് കാര്യങ്ങൾ തിരക്കും. അവർക്ക് ഒരു മോനുണ്ട്. 2 മാസമായിട്ടേ ഉള്ളൂ. വിഷ്ണുവിന് ഒരു കുറുമ്പനെ കിട്ടിയിട്ട്. ആളുടെ പേര് അഭിറാം വിഷ്ണു. അവർക്കൊക്കെ കുഞ്ഞായി കഴിഞ്ഞപ്പോൾ ജാനി പെണ്ണിന് അതുപോലെ വാവയെ വേണമെന്ന് വാശി കൂടി വന്നു. അതുവരെ ജാനിമോള് മാത്രം മതിയെന്ന നന്ദുവിൻ്റെ വാശി മാറി പിന്നെയാണ് അവർക്കിടയിലേക്ക് പുതിയ അതിഥി വരവറിയിച്ചത്. ആദ്യ സ്കാനിങ് കഴിഞ്ഞപ്പോൾ തന്നെ സന്തോഷം ഇരട്ടിയാണെന്ന് അറിഞ്ഞു. രാത്രി വൈകിയാണ് വേണി മുറിയിലേക്ക് വന്നത്. വന്നിട്ടവൾ പായെടുത്ത് നിലത്ത് വിരിച്ചു കിടന്നു. മനു അപ്പോഴും ഫോണിൽ ആരോടോ സംസാരിക്കുന്നുണ്ട്. അവൻ്റെ പുഞ്ചിരിയും അടക്കിപ്പിടിച്ച ചിരിയും കേട്ട് വേണിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്തൊക്കെയോ ആലോചിച്ച് ഉറങ്ങി. രാവിലെ വേണി ഉണരുമ്പോൾ മനു നല്ല ഉറക്കമായിരുന്നു. അവൾ എണീറ്റ് മനുവിൻ്റെ അടുത്തേക്ക് ഇരുന്നു അവൻ്റെ തലയിൽ പതിയെ തലോടി. പെട്ടെന്ന് മനു കണ്ണു നിറഞ്ഞു. വേണിയെ മുന്നിൽ കണ്ടു അവൻ ദേഷ്യത്തിൽ ചാടി എണീറ്റു. നിന്നോട് ആരാടി എന്നെ തൊടാൻ പറഞ്ഞത്? എണീറ്റ് മാറടി നാശമേ! മനു ദേഷ്യത്തിൽ വേണിയെ പിടിച്ചു തള്ളി. മനുവേട്ടാ, എന്നോടൊന്ന് നേരെ സംസാരിച്ചൂടെ? ഞാൻ അറിയാതെ അപ്പോഴത്തെ ദേഷ്യത്തിൽ അറിയാതെ ചെയ്തു പോയ ഒരു തെറ്റ് പ്രായത്തിൻ്റെ പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ മനുവിൻ്റെ കൈ വേണിയുടെ കവിളിൽ പതിഞ്ഞു. അവൻ അവളുടെ കവിളിൽ പിടിച്ചു. അറിയാതെയോ? അന്ന് നീ നിന്റെ സൗന്ദര്യം പ്രായം എന്നൊക്കെ പറഞ്ഞ് ഒറ്റ നിമിഷം കൊണ്ടല്ലേടി ഈ വീട്ടിലെ സന്തോഷം മുഴുവൻ തകർത്തെറിഞ്ഞത്. അതിനുശേഷമല്ലേടി പുല്ലേ നീ മച്ചി എന്ന പേരും വാങ്ങി ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങിക്കിടക്കുന്നത്. ഒന്ന് ഒഴിഞ്ഞു പോയി തന്നാൽ ബാക്കിയുള്ളവൻ സ്വസ്ഥമായി ജീവിച്ചേനെ, മനു ദേഷ്യത്തിൽ പറഞ്ഞു എണീറ്റുപോയി. വേണി പൊട്ടിക്കരഞ്ഞുകൊണ്ട് താഴെയിരുന്നു. അവൾ ചെയ്തുപോയ തെറ്റോർത്ത് പൊട്ടി കരഞ്ഞു. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് ആലു പ്രഗ്നൻ്റായ സമയത്ത് വേണിയുടെ വയറ്റിലും ഒരു കുരുന്നു ജീവൻ ജനിച്ചു. അന്ന് മനുവിൻ്റെ അമ്മ എല്ലാം മറന്നു മരുമകളെ സ്വന്തം മോളെപ്പോലെ സ്നേഹിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. മനു അവളെ താഴെയും തലയിലും വെക്കാതെ നോക്കി. പക്ഷേ വേണിയുടെ ഉള്ളിൽ ഒരു സ്വാർത്ഥത വിരിഞ്ഞു. തനിക്ക് കിട്ടാത്ത സ്നേഹം വയറ്റിൽ വളരുന്ന കുഞ്ഞിനോട് എല്ലാവരും കാണിക്കുന്നത് അവളിൽ ഒരു തരത്തിൽ പക പോലെ വളർന്നു. മറ്റൊരു ഭാഗത്ത് അവളുടെ സൗന്ദര്യം പോകും, തടി കൂടും എന്ന സ്വാർത്ഥ ചിന്ത എല്ലാം കൂടെ അവൾ ആ കുഞ്ഞിനെ നശിപ്പിച്ചു. ബാത്റൂമിൽ വഴുതി വീണു വയ്യാന്ന് പറഞ്ഞു വേണി വിളിച്ചതനുസരിച്ച് മനു അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോൾ തന്നെ കുഞ്ഞു പോയിരുന്നു. ഡോക്ടർ സത്യം പറഞ്ഞു മനുവിനോട് അബോർഷന് മെഡിസിൻ കഴിച്ചതാണെന്ന്. അതോടെ മനു ആകെ തകർന്നു. വീട്ടിലെത്തിയ വേണിയെ മനു ഒരുപാട് തല്ലി. അവളെ കൊല്ലുമെന്നായപ്പോൾ മായാവതി ഇടപെട്ടു. അപ്പോഴാണ് അവൻ സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞത്. അതോടെ എല്ലാവരും വേണിയെ വെറുത്തു തുടങ്ങി. പിറ്റേന്ന് മുതൽ മനു മദ്യപാനം തുടങ്ങി. വീട്ടിൽ വഴക്കായി, ബഹളമായി. ഒടുവിൽ അച്ഛനും അമ്മയും അവനെ ഓരോന്ന് പറഞ്ഞു മനസ്സ് മാറ്റി. അവൾക്ക് ഒരബദ്ധം പറ്റിയതാണെന്നും ഒക്കെ കാരണം മകൻ്റെ ജീവിതം കൺമുന്നിൽ നശിച്ചു പോകുന്നത് ആർക്കും സഹിക്കില്ല. പിന്നെയും മനു വേണിയെ സ്നേഹിക്കാൻ ശ്രമിച്ചു. വേണി പിന്നെ പ്രതീക്ഷയോടെ ഒരു കുഞ്ഞിനായി കാത്തിരുന്നു. അബോർഷൻ നടന്നതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് വീണ്ടും പ്രഗ്നൻ്റ് ആകാൻ ചാൻസ് ഉണ്ടെന്ന് ഡോക്ടർ ആദ്യം പറഞ്ഞു. പക്ഷേ ഒരു സ്കാനിങ് കഴിഞ്ഞപ്പോൾ കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞു. അവൾ കഴിച്ച മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ് ആണോ അതോ അതിൻ്റെ ഡോസ് കൂടിയത് കൊണ്ട് ആണോ എന്നറിയില്ല. വേണിയിൽ ഇനിയൊരു അമ്മയാകാനുള്ള ചാൻസ് 10% മാത്രമാണെന്ന് ഡോക്ടർ തീർത്തു പറഞ്ഞു. അതോടെ മനു ആകെ മാറി. വേണി എന്നൊരാൾ ആ വീട്ടിലുള്ളതായി പോലും അവൻ കണക്ക് കൂട്ടിയില്ല. ഈ അവസരം മുതലാക്കി മായാവതി അവർ മനുവിന് വേണ്ടി നേരത്തെ കണ്ടുവച്ച പെൺകുട്ടിയുമായുള്ള മനുവിന് ഒരു ബന്ധമുണ്ടാക്കാൻ ശ്രമിച്ചു.
അത് ഫലം കണ്ടു. ഇപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ ശമ്പളമില്ലാത്ത ഒരു ജോലിക്കാരി മാത്രമായി മാറി വേണി. ഇടയ്ക്ക് സുഖയെ കണ്ട് കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചുവെങ്കിലും അവർ അവളെ കേൾക്കാൻ തയ്യാറായില്ല. ഈ കാര്യം മായാവതി ആരോ പറഞ്ഞറിഞ്ഞു. അതിനുശേഷം വേണിയെ ആരും പുറത്തു വിടാറില്ല. പക്ഷേ അവളെ വീട്ടിൽ വരുന്നവർ ഒക്കെ കുട്ടിയില്ലെന്ന പേരിൽ ഒരുപാട് അപമാനിക്കാറുണ്ട്. പോരാത്തതിന് ഇപ്പോൾ വീട്ടിൽ വരുന്നവരോട് ഇത് വീട്ടിലെ ജോലിക്കാരിയാണെന്നാണ് പറയുന്നത്. മനു ഇനി ഒരിക്കലും അവളെ ഭാര്യയായി കാണാൻ കഴിയില്ലെന്ന് തീർത്തു പറഞ്ഞു. ഡിവോഴ്സ് വേണമെന്ന് അവൻ പറയുന്നുണ്ട്. ഇപ്പോൾ അവൻ്റെ മനസ്സിൽ മറ്റൊരുവൾ കൂടുകൂട്ടി തുടങ്ങിയിട്ടുണ്ട്. അവനവൻ ചെയ്യുന്നത് എന്നായാലും തന്നെ തേടി വരുമെന്ന ബോധം ഇപ്പോൾ വേണിക്കുണ്ട്. ഉറക്കത്തിൽ പോലും മച്ചി എന്ന വിളി അവളെ അലട്ടാറുണ്ട്. മരിക്കാനുള്ള പേടി കൊണ്ട് മാത്രം ജീവിച്ചു പോകുന്നുവെന്നു പറയാം. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. ഇന്നാണ് നന്ദുവിനെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരുക്കത്തിലാണ് എല്ലാവരും. നന്ദുവിന് ടെൻഷനുണ്ട്. അവളേക്കാൾ ഒരു പടി മുകളിലാണ് അഗ്നിയുടെ ടെൻഷൻ. നന്ദു ബെഡിലിരിപ്പുണ്ട്. അപ്പോഴാണ് അഗ്നി അങ്ങോട്ട് കയറി വന്നത്. ദേവാ, നന്ദു അവനെ നോക്കി ചിരിയോടെ വിളിച്ചു. എന്താടോ? അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ കാലുകളെടുത്ത് മടിയിലേക്ക് വെച്ച് തലോടിക്കൊണ്ട് ചോദിച്ചു. നമുക്കൊന്ന് പുറത്തു പോകാമോ? വൈകുന്നേരമല്ലേ ഹോസ്പിറ്റലിൽ പോകുന്നേ? നമുക്ക് രണ്ടുപേർക്കും മാത്രമായി, അവൾ പ്രതീക്ഷയോടെ ചോദിച്ചു. പോകാമല്ലോ. തനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? അഗ്നി ഉള്ളിലെ ആദി അടക്കി വെച്ച് ചോദിച്ചു. ഇല്ല ദേവാ, ഞാൻ ഓക്കെയാണ്, നന്ദു ചിരിയോടെ പറഞ്ഞു. എന്നാ താൻ റെഡിയായിക്കോ. ഞാൻ സാമിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വരാം, ദേവ പറഞ്ഞു. വേണ്ട, നമുക്ക് ഒരുമിച്ച് താഴേക്ക് പോകാം. ദേവയ്ക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് എടുത്തതാ എനിക്കിന്നിടാൻ, നന്ദു ചെറിയ വാശിയിൽ പറഞ്ഞു. അത് കേൾക്കെ ദേവയ്ക്ക് ചിരി വന്നു. നന്ദുവിന് ഇടയ്ക്ക് ജാനിപ്പെണ്ണിനേക്കാൾ വാശിയാണ്. ദേവ ചിരിയോടെ പോയി അലമാരയിൽ നിന്ന് അവൾക്ക് വേണ്ട ഡ്രസ്സ് എടുത്തു കൊടുത്തു. അവനും റെഡിയായി. ദേവ, എനിക്ക് സിന്ദൂരം തൊട്ട് തരുവോ ഇന്ന്? സിന്ദൂരം കയ്യിലെടുത്ത് വെച്ചിട്ട് ചോദിച്ചു. നിനക്കെന്താ പെണ്ണെ ഇന്ന് ഇത്ര വാശി? ദേവ ചിരിയോടെ ചോദിച്ചു. കവളിൽ ഒന്ന് മുത്തിക്കൊണ്ട് സിന്ദൂരം തൊട്ടുകൊടുത്തു. പിന്നെ രണ്ടുപേരും കൂടെ വേഗം ഇറങ്ങി. സാമിനോടും എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി. സുഹ ഒരു ബോട്ടിൽ വെള്ളം നിറച്ച് നിർബന്ധിച്ച് നന്ദുവിനെ ഏൽപ്പിച്ചു. അഗ്നിയും നന്ദുവും കാറിൽ പുറത്തേക്ക് ഇറങ്ങിയതും മറ്റൊരു കാർ അല്ലുവിൻ്റെ വീട്ടിലേക്ക് പോയി. മോനെ, മോള് പോയിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞല്ലോ. ഇതുവരെ വിളിച്ചതുമില്ലല്ലോ, വസു പറഞ്ഞു. അവൾ ഇങ്ങനെ ഇടയ്ക്ക് പോകാറുണ്ട്. അവൾ വരുമ്പോൾ വരട്ടെ, അല്ലു താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞു. അവൻ്റെ മനസ്സ് നിറയെ എങ്ങനെയെങ്കിലും ഒരു ജോലി വാങ്ങണമെന്ന ചിന്തയായിരുന്നു. അപ്പോഴാണ് പുറത്ത് കാറിൻ്റെ ശബ്ദം കേട്ടത്. അല്ലുവും വസുവും ഇറങ്ങി പുറത്തേക്ക്. കാറിൽ നിന്ന് രണ്ടുപേർ പുറത്തിറങ്ങി. ഇച്ചിരി പ്രായമായ രണ്ടുപേരായിരുന്നു. അവർ വന്ന് അല്ലുവിൻ്റെ വീടും പരിസരവും ഒക്കെ നോക്കുന്നുണ്ട്. വസുവും അല്ലുവും നിൽക്കുന്നതൊന്നും അവർ മൈൻഡ് ചെയ്യുന്നേയില്ല. ഹലോ, നിങ്ങൾ ആരാ? എന്താ ഇവിടെ ചെയ്യുന്നേ? വന്നതിൽ ഒരാളുടെ കയ്യിൽ തട്ടിക്കൊണ്ട് അല്ലു ചോദിച്ചു. നിങ്ങൾ ആരാ? അല്ലുവിനെ നോക്കി അയാൾ ചോദിച്ചു. അത് കൊള്ളാം, എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ ആരാണെന്നോ? അല്ലു പുച്ഛത്തിൽ ചോദിച്ചു. ഓ, ഇവിടുത്തെ താമസക്കാരാണല്ലേ. ഞങ്ങളാണ് ഈ വീടും വസ്തുവും സ്വരലയുടെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയത്. അയാൾ പറഞ്ഞത് കേട്ട് അല്ലുവും വസുവും ഞെട്ടി. എന്താ പറഞ്ഞത്? നിങ്ങൾ വാങ്ങിയ വീടെന്നോ? അല്ലു ദേഷ്യത്തിൽ ചോദിച്ചു. ഡോ, തന്നോട് സംസാരിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. പിന്നെ ഒന്നുകൂടെ പറയാം, 2 ദിവസം കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. ഞങ്ങൾ വീട് വാങ്ങിയിട്ട് ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തൻ്റെ ആരാ ഈ സ്വരലയ? അവളെ വിളിച്ച് ചോദിക്ക്. അതും പറഞ്ഞ് അവർ പോയി. അല്ലു ദേഷ്യത്തിൽ അകത്തേക്ക് പോയി ഫോൺ എടുത്ത് സ്വരയെ വിളിച്ചു. പക്ഷേ അവളുടെ ഫോൺ ഓഫായിരുന്നു. അല്ലു വേഗം അലമാരയിൽ നിന്നും വീടിൻ്റെ ആധാരവും മറ്റും നോക്കി. പക്ഷേ അതവിടെ ഉണ്ടായിരുന്നില്ല. അതിൽ നിന്ന് തന്നെ അല്ലുവിന് കാര്യങ്ങൾ മനസ്സിലായി. അവൾ കുറച്ച് ദിവസങ്ങളായി തന്നോട് കാണിച്ച അവഗണനയും ഫോൺ വിളികൾ ഒക്കെ കൂടെയായപ്പോൾ അവന് കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായി. എന്താടോ പെട്ടെന്ന് ഇങ്ങനെ പുറത്തോട്ട് വരാനൊക്കെ തോന്നിയ? ഒരു റെസ്റ്റോറൻറ്റിൽ ഇരുന്നു ഇഷ്ടപ്പെട്ട ഫുഡ് കാത്തിരിക്കുന്ന നന്ദുവിനെ നോക്കി അഗ്നി ചോദിച്ചു. എനിക്ക് ദേവയോട് ഒരുപാട് സംസാരിക്കാനുണ്ട്. പക്ഷേ എന്താ പറഞ്ഞു തുടങ്ങേണ്ടത് എന്നറിയില്ല. ഞാനിപ്പോൾ എന്തോരം സന്തോഷത്തിലാണെന്ന് അറിയോ? ദേവ സന്തോഷത്തോടെ ചോദിച്ചു. നീയല്ല നന്ദ, ഞാനാണ് ഇപ്പോൾ ഏറ്റവും സന്തോഷം അനുഭവിക്കുന്നത്. എന്നോ അവസാനിച്ചു പോകുമെന്ന് കരുതിയ ജീവിതത്തിൽ വെട്ടമായി വന്നത് നീയല്ലേടോ, അഗ്നി പറഞ്ഞു. ഒന്ന് പറയാൻ ദേവ, എന്നെ കൂടെ കൂട്ടിയതിന്, എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നതിന്, എൻ്റെ ശക്തിയായി കൂടെ നിൽക്കുന്നതിന് എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട്. എന്തോ ഇതൊക്കെ പറയണമെന്ന് തോന്നി, നന്ദു ചിരിയോടെ പറഞ്ഞു. നന്ദി പറഞ്ഞു അന്യനാക്കാൻ നോക്കുവാണോ? ദേവ കളിയായി ചോദിച്ചു. അന്യനോ? എൻ്റെ ജീവനാണ് ദേവ നീ. ഇന്നും നന്ദയ്ക്ക് ദേവ കഴിഞ്ഞേ ആരുമുള്ളൂ. അത്രയ്ക്ക് ഇഷ്ടമാണ്, ജീവനാണ്, നന്ദു പറഞ്ഞു. അപ്പോഴേക്കും അവർക്കുള്ള ഫുഡ് വന്നു. നന്ദു ഫുഡ് ആസ്വദിച്ച് കഴിക്കുന്നത് കണ്ടപ്പോൾ തന്നെ ദേവയ്ക്ക് മനസ്സ് നിറഞ്ഞു. നന്ദു ഇപ്പോൾ ഒരുപാട് സുന്ദരിയായിട്ടുണ്ട്. സാധാരണ ഗർഭിണികൾ ഈ സമയം തടി വയ്ക്കാറാണ് ഉള്ളത്. പക്ഷേ നന്ദു നന്നായി ഉണങ്ങി.
പോരാത്തതിന് കൂടുതൽ വെളുത്തു സുന്ദരിയായി. ദേവ നന്ദുവിനെ തന്നെ കണ്ണെടുക്കാതെ നോക്കുന്നത് അവൾ അവനെ സൂക്ഷിച്ചു നോക്കി. എന്താ ഇങ്ങനെ നോക്കുന്നേ? അവൾ ചോദിച്ചു. ഐ ലവ് യു നന്ദ, ദേവ ചിരിയോടെ പറഞ്ഞ് അവളുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു. അല്ലു സ്വര പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പോയി തിരയാൻ തുടങ്ങുമ്പോഴാണ് പോലീസ് ജീപ്പ് അല്ലുവിന്റെ വീടിന് മുന്നിലെത്തിയത്. ജീപ്പ് കണ്ടപ്പോൾ വസുവും പുറത്തേക്ക് വന്നു. ശ്രീജയെ കണ്ടപ്പോൾ അമ്മയും മോനും പരസ്പരം നോക്കി. ആ, അമ്മയും മോനും പുറത്തു തന്നെയാണല്ലോ. അല്ല, നിന്റെ ഭാര്യ എവിടെ? ശ്രീജ പുച്ഛം നിറഞ്ഞ ചിരിയോടെ ചോദിച്ചു. അവൾ ഇവിടെ ഇല്ല. എവിടെയാണെന്ന് അറിയില്ല. ഒരാഴ്ചയായി പോയിട്ട്, അല്ലു പറഞ്ഞു. ആഹാ, അറിയില്ല. കൊള്ളാലോ. ഭാര്യ എങ്ങോട്ട് പോയതാണെന്ന് ഭർത്താവിന് അറിയില്ലേ? ശ്രീജ ചോദിച്ചു. ഇല്ല, അറിയില്ല. പേഴ്സണൽ കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടുന്നത് അവൾക്ക് ഇഷ്ടമല്ല. അവൾക്ക് എന്തെങ്കിലും ഷൂട്ടിംഗ് കാണും. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വരാൻ വൈകാറുണ്ട്, അല്ലു പറഞ്ഞു. ശ്രീജ ചിരിയോടെ ഒരു ഫോട്ടോ കാണിച്ചു. ഇത് ആരാണെന്ന് അറിയോ? അല്ലുവിനോട് ചോദിച്ചു. ഇല്ല. ശ്രീജ ഫോട്ടോ വസുവിന് നേരെ നീട്ടി. ഇവനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വസുവിനോട് ശ്രീജ ചോദിച്ചു. വസുവിന്റെ കണ്ണ് മിഴിഞ്ഞു വന്നു. ഉണ്ട്. ഇവനന്ന് പഴയ വീട്ടിൽ, പിന്നെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടു. പക്ഷേ അവിടെ അവളെ കാണാൻ കയറിയത് കണ്ടില്ല. പുറത്തുണ്ടായിരുന്നു, വസു പറഞ്ഞു. ആ, ഇത്രയേ ഉള്ളൂ. ദാ ഇവനും നിന്റെ ഭാര്യയെന്ന് പറയുന്നവളും തമ്മിൽ 10 വർഷത്തിൽ കൂടുതലായി അടുപ്പമുണ്ട്. അടുപ്പമെന്ന് പറഞ്ഞാൽ വെറും അടുപ്പമല്ല. ഇപ്പോൾ ഇവർ രണ്ടുപേരും മിസ്സിംഗ് ആണ്. പിന്നെ ഒരു സന്തോഷ വാർത്ത കൂടെയുണ്ട്. കാണാതെ പോയ അന്നത്തെ കാശ് അത് കഴിഞ്ഞ ദിവസം ഇവന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ട്. ഇവൻ കുറച്ചുനാളായി മറ്റൊരു കേസിൽ ജയിലിലായി. 2 ആഴ്ച മുൻപാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയത്. ഇവിടെ നിന്ന് ക്യാഷ് പോയി 3-ാമത്തെ ദിവസമാണ് ഇവൻ ജയിലിലേക്ക് പോയത്. അതുകൊണ്ട് ഇതുവരെ ആ കാശ് ഇവന്റെ അക്കൗണ്ടിലുണ്ടായിരുന്നു. ഇപ്പോൾ ഇല്ല. പറഞ്ഞു വന്നത്, നിന്റെ ഭാര്യയും ഇവനും രാജ്യം വിട്ടിട്ട് 2 ദിവസം കഴിഞ്ഞു. ഇനി തിരയാൻ നിൽക്കേണ്ട. ആ കാശിന്റെ കാര്യം പറയാനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. അപ്പൊ പോട്ടെ. ശ്രീജ പെട്ടെന്ന് തന്നെ എല്ലാം പറഞ്ഞ് കളിയാക്കി ചിരിച്ചുകൊണ്ടുപോയി. വസുവും അല്ലുവും പരസ്പരം നോക്കി. പിന്നെ അല്ലു അകത്തേക്ക് ഒന്നും മിണ്ടാതെ കയറിപ്പോയി. കുറച്ചു കഴിഞ്ഞ് അല്ലു ഒരു ബാഗും എടുത്ത് പുറത്തേക്ക് വന്നു. ഞാൻ ഇറങ്ങുവാ. ഇനി ഈ നശിച്ച നാട്ടിലേക്ക് വരില്ല. അമ്മയ്ക്ക് ആലുവിന്റെ അടുത്തേക്ക് പോകാം. ഒരിക്കലും നമ്മൾ ജീവിച്ചത് ഒരു നല്ല ജീവിതമായിരുന്നില്ല. അമ്മ ഇനിയെങ്കിലും അത് മനസ്സിലാക്കി നല്ലൊരു അമ്മയായി അവൾക്കൊപ്പം നിൽക്കണം. അതും പറഞ്ഞ് അല്ലു അഗ്നിയുടെ വീട്ടിലേക്ക് പോയി. വസു അവനെ തടയാനോ അല്ലെങ്കിൽ പിടിച്ചു നിർത്താനോ പോയില്ല. കാരണം ഇനി തന്റെ ഭാഗത്ത് ഒന്നുമില്ല അവനെ പിടിച്ചു നിർത്താൻ. അല്ലെങ്കിൽ അവനൊരു പിടിവള്ളി നൽകാൻ ഇല്ല. അല്ലു നന്ദുവിനെ തിരക്കി അവിടെ പോയപ്പോൾ സാമാണ് ആദ്യം പുറത്തു വന്നത്. പിന്നാലെ സുകയും. അളകനന്ദയില്ലേ? അവന്റെ ശബ്ദം വല്ലാതെ നേർത്തു പോയിരുന്നു അത് ചോദിക്കുമ്പോൾ. ഇല്ല, അവൾ പുറത്തു പോയിരിക്കുക. എന്താ? സാം ചോദിച്ചു. ഇനി അവൾ വന്നു അവളെ കണ്ട് സംസാരിച്ചു പോകാൻ സമയമില്ല. അവളോട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പറയണം. അല്ലു നിർത്തി. ഒരിക്കലും. കുറച്ചു മുന്നേ വരെ പോലും ഞാൻ അവൾക്ക് നല്ലത് വരണം, അല്ലെങ്കിൽ അവൾ രക്ഷപ്പെട്ടു പോകണം എന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ മനസ്സിൽ തട്ടി ആത്മാർത്ഥമായി അവൾ എന്നും സന്തോഷമായി ഇരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കും. പിന്നെ അവളോട് പറയണം, അവളോട് ചെയ്ത എല്ലാ തെറ്റിനും ഞാൻ അവളോട് ക്ഷമ ചോദിച്ചുവെന്നും. അവളെ കിട്ടിയ അഗ്നി ഒരു ഭാഗ്യവാനാണ്. ഞാൻ കയ്യിൽ വന്ന സൗഭാഗ്യം തട്ടിയെറിഞ്ഞ ഒരു മണ്ടന്. ഇനി ഒരിക്കലും തമ്മിൽ കാണില്ല. ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് അലോക് വരില്ല. അത്രയും പറഞ്ഞ് അല്ലു പോയി. സാം ഉൾപ്പെടെ എല്ലാവരും പരസ്പരം കാര്യം മനസ്സിലാകാതെ നോക്കി. കുറച്ചു കഴിഞ്ഞ് വസു വീട് പൂട്ടി പോകുന്നത് കണ്ടു. എന്തോ ഒന്ന് സംഭവിച്ചു എന്ന് മനസ്സിലായി. പക്ഷേ എന്താ ഉണ്ടായതെന്ന് അവർക്ക് മനസ്സിലായില്ല. രാത്രി എല്ലാവരും ക്ഷമയോടെ ലേബർ റൂമിന് മുന്നിൽ കാത്തിരിക്കുകയാണ്. നന്ദു പുറത്തു പോയി വന്നപ്പോൾ തന്നെ അല്ലു പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നന്ദു ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. എല്ലാം കേട്ട് അധികം വൈകാതെ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. കുറച്ച് മരുന്ന് ടെസ്റ്റൊക്കെ കഴിഞ്ഞ് നന്ദുവിനെ ലേബർ റൂമിൽ കയറ്റി. എല്ലാവരും പ്രാർത്ഥനയോടെ കാത്തിരുന്നു. 3 ജീവനും ഒരാപത്തും കൂടാതെ കിട്ടണേ എന്ന്. സമയം ഓടിപ്പോകുന്നത് പോലെ തോന്നിപ്പോയി അഗ്നിക്ക്. വെളുപ്പിന് 3 മണിയായപ്പോൾ ദൈവത്തിന്റെ വെള്ളക്കുപ്പായമണിഞ്ഞ 2 മാലാഖമാർ ലേബർ റൂമിന് പുറത്തു വന്നു. അവരുടെ കയ്യിൽ വെള്ള ടവലിൽ പൊതിഞ്ഞ 2 സുന്ദര കുട്ടന്മാർ ഉണ്ടായിരുന്നു. അഗ്നിയും സുകയും ചേർന്ന് കുഞ്ഞുങ്ങളെ വാങ്ങി. അഗ്നിയുടെ കൈകൾ വിറച്ചുപോയി. അവൻ ഉറങ്ങാതെ വാവകളെ കാത്തിരുന്ന ജാനിപ്പെണ്ണിന് നേരെ അനിയന്മാരെ കാട്ടിക്കൊടുത്തു. 2 പേരും നല്ല ഉറക്കമാണ്. സിസ്റ്റർ നന്ദ? അഗ്നി ചോദിച്ചു. കുഴപ്പമില്ല, ആള് മയക്കത്തിലാണ്. രാവിലെ റൂമിലേക്ക് മാറ്റും. കുഞ്ഞുങ്ങളെ തന്നോളൂ. അതും പറഞ്ഞ് സിസ്റ്റർമാർ ചെറുക്കന്മാരെ വാങ്ങി അകത്തേക്ക് പോയി. അഗ്നി സന്തോഷത്തോടെ ആശ്വാസത്തോടെ ഒന്നിരുന്നുവെങ്കിലും അവന് നന്ദുവിനെ ഒന്ന് കാണാൻ കൊതിച്ചു. പിന്നെ അഗ്നി എല്ലാവരെയും വിളിച്ചു പറഞ്ഞു. കണ്ണനോടാണ് ആദ്യം വിളിച്ചു പറഞ്ഞത്. കാരണം കണ്ണന് മോള് ജനിച്ചപ്പോൾ അവൻ ആദ്യം വിളിച്ചത് അഗ്നിയെ ആയിരുന്നു.
അങ്ങനെ രാവിലെ തന്നെ നന്ദുവിനെ മുറിയിലേക്ക് മാറ്റി. അഗ്നി കാണാൻ കൊതിയോടെ കാത്തിരുന്നത് കൊണ്ട് അവൻ്റെ അവസ്ഥ മനസ്സിലാക്കി അവനെ മാത്രം ഡോക്ടർ കാണാൻ അനുവദിച്ചു. അവൻ അകത്ത് കയറുമ്പോൾ കണ്ടു വാതുക്കലേക്ക് കണ്ണുനട്ട് കിടക്കുന്ന നന്ദുവിനെ. അവൻ കുഞ്ഞുങ്ങളെ നോക്കും മുന്നേ പോയി നന്ദുവിനെ പതിയെ ചേർത്ത് പിടിച്ചു നെറ്റിയിലൊന്ന് ചുംബിച്ചു. എന്തുകൊണ്ടോ രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു ആ നിമിഷം. താങ്ക് യു എല്ലാത്തിനും, എൻ്റെ ജീവിതത്തിൽ വന്നതിനും എൻ്റെ ജീവിതത്തിന് ഒരർത്ഥമുണ്ടാക്കിയതിനും, ഇപ്പോൾ എൻ്റെ അല്ല നമ്മുടെ ഈ പൊന്നുമക്കളെ തന്നതിനും, അവളെ നെഞ്ചോട് ചേർത്ത് അഗ്നി പറഞ്ഞു. അപ്പോഴേക്കും ഒരു കുഞ്ഞിച്ചെക്കൻ ഒന്ന് ചിണുങ്ങി. നന്ദുവും അഗ്നിയും ചിരിയോടെ പരസ്പരം നോക്കി. എന്നും അവരുടെ ജീവിതത്തിൽ ഇനി സന്തോഷവും സമാധാനവും നിറഞ്ഞാകട്ടെ എന്ന് നമുക്ക് അതിനായി പ്രാർത്ഥിക്കാം. അങ്ങനെ താലിയോഗം എന്ന സ്റ്റോറി ഇവിടെ അവസാനിച്ചു. അല്ല, അവർ ഇനിയാണ് ജീവിച്ചു തുടങ്ങുന്നത്. ഇത്രയും നാൾ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒത്തിരി നന്ദിയുണ്ട്. ഓക്കെ, താങ്ക് യു.